സർ പ്ലീസ് സർ. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കുക. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ സർ പറ്റില്ല. ഇതെന്റെ ലൈഫാണ് സർ. ഒരു പ്രാവശ്യം അയ്യോ, കൺസിഡർ എന്നോട് ചെയ്യ് സർ പറഞ്ഞിട്ട് ഒരു പ്ലീസ് കാര്യമില്ല. സർ. അത് നടക്കില്ല, അതല്ലേ പറയുന്നത്. ഹലോ. എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാ. ശ്ശോ, എന്റെ ദൈവമേ. ഹലോ, പറഞ്ഞോളൂ. അത് അമ്പലത്തിലേക്ക് വന്നതാ. ഈ സമയത്ത് അമ്പലത്തിലോ? അത് ഒരു നേർച്ച, അതൊരു നേർച്ച നേർന്നില്ലായിരുന്നു ഞാൻ. അതിന് വന്നതാ. ആ ശരി, എന്നാ പിന്നെ നീ തൊഴ. ഞാൻ പിന്നെ അതെ, വളരെ നന്ദിയുണ്ട്. എനിക്ക് നിങ്ങൾ ഒരു താങ്ക്സ് കൂടെ പറയണം. എന്തിനാ? നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്. ഓ മൈ ഗോഡ്, നിങ്ങളൊരു വലിയ ഹെൽപ്പ് എനിക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇത് മറക്കില്ല. നമ്മുടെ കോളേജിൽ വേറെ എത്ര പെമ്പിള്ളാരുണ്ടായിരുന്നടാ. നിനക്ക് ആ പ്രിൻസിപ്പലിന്റെ മോളെ തന്നെ നോക്കണമായിരുന്നോ? നാളെ ആ പ്രോജക്റ്റിൽ എങ്ങാനും നമ്മൾ ഫെയിൽ ആയി പോയാൽ നമുക്ക് കിട്ടിയ ജോലിയും കയ്യിൽ നിന്ന് പോകും. പെണ്ണുങ്ങളെക്കാളും പെണ്ണുങ്ങൾ ആന്റി ആയിട്ട് മാറുന്ന വയസ്സിൽ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. മിണ്ടാതിരുന്നോ നീ. ഇവിടെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോയി നിൽക്കുമ്പോഴാ അവൻ കണ്ട പെണ്ണുങ്ങളുടെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ പ്രൊജക്ട് വർക്കൊക്കെ ചെയ്യാൻ ബോബി ഉണ്ടല്ലോ ഇവിടെ. കണ്ണടച്ചിരുന്ന് ദൈവത്തെ വിളിക്കാം നമുക്ക്. മെഗാസ്റ്റാർ ഒരു ബാക്കിയുണ്ട്. നീ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ശരീരം പോക്കല്ലേടാ. ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരാടാ ഉള്ളേ? പ്രോജക്റ്റിൽ ഫോക്കസ് ചെയ്യ്, സ്റ്റാർട്ട് ചെയ്യ്. നാളെ രാവിലത്തേക്ക് തീർക്കാടാ പ്ലീസ് ഡാ. ചേഴ്സ്. ആ ശരിടാ. എന്താ പറ. എന്ത് ചെയ്തോണ്ടിരിക്കാ മോളെ? ഞാൻ രാവിലെ എഴുതിയ എക്സാമിന് എത്ര മാർക്ക് വരുമെന്ന് കൗണ്ട് ചെയ്തോണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ, നീ പഠിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാ നിന്റെ കെട്ടിയോ ഞങ്ങളെ ആരെയും വെറുതെ വിടില്ല. മോളെ ഹോസ്പിറ്റലിൽ പോയോ? പോയിട്ട് വന്നമ്മേ. ചെറിയ സൈക്കാട്രിക് പ്രോബ്ലം എന്നാ പറഞ്ഞേ. ടെൻഷൻ കൂടിയ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നാ പറഞ്ഞേ. ടാബ്ലറ്റ്സ് എഴുതി തന്നിട്ടുണ്ട്. ഞങ്ങള് കാരണമാ നിനക്ക് ബുദ്ധിമുട്ട്. ധൃതിയിൽ അവനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്തു. ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. അമ്മേ, എനിക്കിപ്പോ എന്ത് കുഴപ്പമുള്ളേ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ ഒന്നും ഒളിപ്പിച്ചു വെക്കണ്ട. നീ ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യം അവനെ അറിയാവോ? അറിഞ്ഞൂടമ്മേ. അമ്മേ, അമ്മേ അദ്ദേഹം വന്നെന്നാ തോന്നേ. ഞാൻ പിന്നെ വിളിക്കാം. ദാ വരുന്നു. എന്താ ഡോർ തുറക്ക ഇത്രയും സമയം എടുത്തേ? സ്റ്റൗവില് പാല് വെച്ചോണ്ടിരിക്കായിരുന്നു. ഓ അത് ശരി. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? എനിക്ക് വേണ്ട. നീ എവിടെയാ? ദേ വരുന്നു. എന്താ ഇത്? പാല്. കുടിക്കേ. ചിയേഴ്സ്. കിടന്നോ?
കിടക്കാൻ പറഞ്ഞില്ലേ? അതെ അതെ ലൈറ്റ് അണിച്ച് ഉറങ്ങാൻ നോക്ക്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ആ കാര്യമോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പാർട്ട്ണറുമായി പങ്കുവയ്ക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. നിങ്ങൾക്ക് എന്താ അറിയാവുന്ന? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. എന്റെ സ്ഥാനത്ത് നിന്നാ നിങ്ങൾക്ക് മനസ്സിലാവും. സംസാരിച്ച് തീർക്കാൻ പോലെ സംസാരിച്ച് പോയി സംസാരിക്ക്. ഹായ്, ദിസ് ഇസ് ബോബി. രാവിലെ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് തന്നില്ലേ? ഹായ്, താങ്ക്സ്. രാവിലെ എനിക്ക് വലിയൊരു ഹെൽപ്പാ ചെയ്ത്. ഞാനൊരു കോഫി എക്സ്പെക്ട് ചെയ്തേ. ഇങ്ങനെ താങ്ക്സ് മാത്രം പറഞ്ഞ എങ്ങനെയാ? എക്സാം കഴിഞ്ഞപ്പോ നിങ്ങളെ ഞാൻ തേടിയായിരുന്നു, പക്ഷെ നിങ്ങളെ അവിടെ എങ്ങും കണ്ടില്ല. എന്നാ നാളെ? പാടാ. എന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കാക്കനാട് വരില്ല. എന്ത് പറ്റി? എന്താ ഫേസ് ഡല്ലായിട്ടിരിക്കുന്നേ? ഒരു ബ്യൂട്ടിഫുൾ ലേഡിയുടെ ഒപ്പം കോഫി കുടിക്കുന്ന ചാൻസ് മിസ്സായില്ലേ? നിങ്ങളുടെ മാരേജ് കഴിഞ്ഞല്ലേ? എന്താ ഇനി ഉറങ്ങാത്തെ? ഈ കല്യാണവും നേരത്തെ ഉറങ്ങുന്നതും തമ്മിൽ എന്ത് ബന്ധമുള്ളേ? അല്ല, നിങ്ങൾ എന്തെങ്കിലും ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നോന്ന്? എന്ത് പറ്റി? റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ, ആളുണ്ടോ? അദ്ദേഹം ഡ്യൂട്ടിക്ക് പോയേക്കുവാ, ഇതുവരെ വന്നിട്ടില്ല. ഓ, നിങ്ങൾ എക്സാം എഴുതുന്നത് പുള്ളിക്കാരനെ അറിയില്ല അല്ലേ? അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? രാവിലെ ഞാൻ ബെല്ലടിച്ചല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ നാട് എവിടെയാ? നിങ്ങളുടെ ഏജ്? റോങ് ക്വസ്റ്റ്യൻ. പിന്നെ എന്ത് പിന്നെ? നിങ്ങളുടെ ഫോൺ നമ്പർ? അപ്പൊ അതാണ് കാരണം.